SFIയുടെ അംഗമായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം വലിയ രീതിയിൽ ചർച്ചയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും SFIയുടെ ആ ഒരു പിൻബലം കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോക്ക് കാര്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള റീച്ച് ഒന്നുമില്ല. എന്തുകൊണ്ടാവും? അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതാ സിദ്ധാർത്ഥിനെ കൊന്നതാണ് എന്ന് തൻ്റെ കൂടെ പഠിച്ച സഹപാഠിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി തന്നെ ഒരു ശബ്ദ സന്ദേശമായിട്ട് അയച്ചൊരു ക്ലിപ്പിങ് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പറയാനുള്ള ഒരു കാര്യം, KFCയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് SFIയുടെ തലയിൽ എല്ലാവരും കൂടി വഴി ചാരുകയാണ് ഇത് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ആ ഒരു പയ്യന്റെ ഒരു 2 തെളിവ് സഹിതമുള്ള ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം MSF കാരനാണ് എന്ന് പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി ആയിട്ട് വന്നിട്ടുള്ളത് MSFന്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. പൂക്കോട് വെറ്റിനറി കോളേജ് സംഭവം വിവരിക്കുന്ന ഈ വ്യക്തിക്ക് MSFൽ അംഗത്വമില്ല എന്ന് മാത്രമല്ല സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അറിയിക്കുന്നു. MSFന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിയാണ് ഇയാളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇങ്ങനെ ഒരു നുണ പറയാം എന്ന് നമ്മളെല്ലാവരും ധരിച്ചു വെക്കും. പക്ഷെ അങ്ങനെയല്ല സംഭവം. MSFന്റെ ഈ MSF പ്രവർത്തകനാണ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് ഇദ്ദേഹം SFI വെറ്റിനറി യൂണിറ്റ് പൂക്കോട് SFI വെറ്റിനറി യൂണിറ്റ് അംഗങ്ങളിലുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ പേര് സീൻ എന്നാണ് ആളുടെ പേര്. 2020 ഒരു ലിസ്റ്റാണ് ഈ കാണുന്നത്. അപ്പോ പൂർണ്ണമായിട്ടും എങ്ങനെയെങ്കിലും SFIയുടെ പേര് തിരിച്ചെടുക്കണം, അതിനുവേണ്ടി മനഃപൂർവ്വം ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തെമ്മാടിത്തരാണ്. ഇയാൾക്കെതിരെയൊക്കെ ശരിക്ക് അന്വേഷണം കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. ഈ പയ്യൻ എന്താ നിന്ന് SFIനെ ഇങ്ങനെ വാദവരാതെ വിമർശിക്കുന്നത് എന്ന് പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, SFI KSC ഒക്കെ പോലെയുള്ള സംഘടനകൾ സത്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതായിട്ടുള്ളതാണല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? എന്തിനു പറയുന്നു? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഇടയിൽ നടക്കുന്ന എത്ര പ്രശ്നങ്ങളുണ്ട്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയൂ? എവിടെ പറയുന്നു? പോട്ടെ, അതൊക്കെ മാറ്റി നിർത്താം, അതൊന്നും ഞങ്ങൾ അജണ്ടയിലുള്ളതല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ, ഒരു മനുഷ്യനെ, കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനെ ഒരു സഹപാഠിയുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുക, ഒന്നാലോചിച്ച് നോക്കണം. എന്നിട്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെ എന്തു ചെയ്യുന്നു? രക്തസാക്ഷിയാണ് എന്ന് പറയുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയം, അതാണ് ഞാൻ പറയുന്നത്. കലാലയത്തിൽ രാഷ്ട്രീയം വേണ്ട, അത് വലിയ അപകടമാണ്. നമ്മൾ പുറത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നില്ലേ? ഇപ്പൊ SFIയിൽ നിന്ന് ഇയാളെ പുറത്താക്കി. ആരെ? ഈ കൊന്ന ആളെ. ഒരുപാട് കേസിൽ പ്രതിയാണ് ആളെ കുറിച്ച് പുറത്താക്കി, മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം ചെയ്തു എന്ന രീതിയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ മാതൃകാപരമായ ഒന്നല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. ഇയാളെ സംരക്ഷിച്ചതാരാ? മുതിർന്ന പാർട്ടിക്കാർ തന്നെയാണ് അല്ലെ. അങ്ങനെയെങ്കിൽ SFI ഇയാൾ ഇങ്ങനെ ഒരു തെമ്മാടത്തിന് ചെയ്തു, ഇയാൾക്കെതിരെ എന്തുകൊണ്ടാണ് DYFI ഒന്നും രംഗത്ത് വരില്ല? ഇനി ഒറ്റപ്പെട്ട സംഭവമായിട്ട് വല്ല ഇടങ്ങളിലും നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഇപ്പൊ കൃത്യമായിട്ട് എല്ലാവർക്കും വീണ് കിട്ടിയ ഒരു അവസരം എന്നോണം അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. അത് തന്നെയല്ലേ ഇവിടെ രാഷ്ട്രീയം. ഇവിടെ ഇരട്ടത്താപ്പ് കാണിക്കാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് നമ്മളെ രാജ്യത്തുള്ളത്? ഇനി ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. നല്ല രീതിയിൽ ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. വോട്ട് ചെയ്യുന്നത് ആർക്കാവണമെന്നൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുക. ഈ ഒരു സമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ താഴ്ത്തി പറയുകയും അതേപോലെ കോൺഗ്രസിനെ പൊക്കി പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും പൊക്കി പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല എന്നുള്ളതാണ്. കാരണം ഇവരാര് ഭരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ? ആ ഗുണം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ അവരെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനടിയിൽ വന്ന് കോപ്രായത്തരം കാണിക്കുന്നത് ഇവരിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ SFIയിൽ വർക്ക് ചെയ്തിരുന്ന ഈ ഒരു പാവ സിദ്ധാർത്ഥിനെ അയാളെ ക്രൂരമായിട്ടാണ് കൊന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് തന്റെ സഹപാഠി പറയുന്ന ഒരു ശബ്ദ സന്ദേശമുണ്ട്, ഒന്ന് കേൾക്കാം. എല്ലാവർക്കും അവനെ ഹോസ്റ്റലിൽ നടുക്കിച്ച് വരുന്നവരും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത് മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതിൽ പങ്കുണ്ട്. ഒരാളെ പോലെ വെറുതെ വിട്ട് കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെക്കാളും മോശം ആൾക്കാർ. ഓക്കെ, അതായത് കഴുകന്മാരെക്കാൾ മോശമായിട്ടുള്ള ആളുകൾ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികൾ പോലും
അയാളെ കൊല്ലാൻ വേണ്ടി കൂട്ടുമെന്നുള്ളതാണ്. അപ്പോ ഇത് മഞ്ഞപ്പിത്തം പിടിച്ചതുപോലെയാണ് SFIയുടെ ചില പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ. എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോൾ അവർ പറയാ SFI പൂർണ്ണമായിട്ട് നിങ്ങൾ അടിച്ചാക്ഷേപിക്കരുത് എന്നാണ് പറയുന്നത്. എങ്ങനെ അടിച്ചാക്ഷേപിക്കാതിരിക്കും? ഒരു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു ക്രൂരകൃത്യത്തിന് കൂട്ടുനിൽക്കുക. അവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, SFI മാത്രമേ ഉള്ളൂ, KSU ഒക്കെ വളരെ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. ഒരു വിഷയം വരുമ്പോൾ ആ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുക, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. നിങ്ങളുടെ കയ്യിൽ ആരും ഈ നിയമത്തിന്റെ താക്കോലൊന്നും തന്നിട്ടില്ല. നിങ്ങൾ തീരുമാനിക്കലല്ല ഇവിടുത്തെ ശിക്ഷാ നടപടികളൊക്കെ. അതിന് കോടതിയും മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ. കാലങ്ങളായിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടുവരുന്നതാണ്. ഈ ഒരു സമയത്താണ് ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാനോളം പുകഴ്ത്തുന്ന ഈ മനുഷ്യൻ എവിടെ? ഈ ഒരു വിഷയത്തിൽ എന്ത് സംസാരിച്ചു? ഈ പറയുന്ന SFI നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും ഒന്ന് മിണ്ടിയില്ല. ഇപ്പൊ ഗവർണർ VCക്ക് സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവർണർ ചങ്കൂറ്റം കാണിച്ചു. ഈ ഗവർണർക്കെതിരെയല്ലേ ഇവിടെയുള്ള SFI നേതാക്കന്മാരൊക്കെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഗവർണറുടെ ഈ ഒരു നടപടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത്? നിങ്ങൾ പറയുന്നു അയാളെ പിടിച്ച് ഞങ്ങൾ പുറത്താക്കി. അങ്ങനെയെങ്കിൽ ഇതിന് ശരിക്കും CBI അന്വേഷണം വരികയാണ് ഇതിന് ഏറ്റവും നല്ലത് എന്നുള്ളത്. CBI അന്വേഷണം കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ കേന്ദ്രത്തിന്റെ കൈകളിലാണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആളുകളെ പിടിച്ച് പുറത്താക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കൊലപാതകം നടത്തിയല്ലോ, ഈ 160 കുട്ടികളുടെ മുന്നിലിട്ട് തല്ലി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞു പോലും എതിർക്കാൻ ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ആ 160 കാഴ്ചക്കാരായി നിന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടെ കോടതി ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കേണ്ടേ? ഇവർക്ക് ഇനി വിദ്യാഭ്യാസം ഒരു വിലക്കാണ്ട് ഏർപ്പെടുത്തുക, പഠിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് എത്തിക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു ശിക്ഷാ നടപടി എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല. വിദ്യാഭ്യാസത്തിന്റെ മുകളിലല്ല ഒരു രാഷ്ട്രീയവും എന്ന് കാണിക്കണമെങ്കിൽ, നിങ്ങൾ ഒരു തെമ്മാടിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുത്തണമെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷാ നടപടി തന്നെ വേണം. ഇപ്പോഴും SFI ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നടക്കേണ്ട ഒരു കാര്യമില്ല. കാരണം കാര്യമുള്ള കാര്യങ്ങൾക്ക് എന്താണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്? ഒന്നും സംസാരിച്ചിട്ടില്ല. സ്റ്റുഡന്റ് യൂണിയൻ ആണല്ലോ, സ്റ്റുഡൻസിന് വേണ്ടി സംസാരിക്കുന്നവരാണല്ലോ. ഇവിടെ തെരുവിൽ 10-20 ദിവസത്തോളമായിട്ട് കുറച്ച് PSC സ്റ്റുഡൻസ് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പച്ച ഇലയും പുല്ലും ഒക്കെ കഴിച്ചുകൊണ്ട് കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടൊക്കെ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ? അവർക്ക് അർഹതപ്പെട്ട ഒരു ജോലി അത് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇനി ഏപ്രിൽ അത് അവരാണ് തള്ളിക്കളയും. ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് യൂണിയൻ ഇതിനു വേണ്ടി സംസാരിച്ചു? ഒരു സ്റ്റുഡന്റ് യൂണിയൻ സംസാരിച്ചിട്ടില്ല അല്ലെ? അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നപോലെ തന്നെയാണ് ഓരോ വലിയ സംഘടനകളുടെ, വലിയ രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടനകളായിട്ടുള്ള ഓരോ യൂണിയനുകളും ഉണ്ട് ഇവിടെ. അവരൊക്കെ ശരിക്കും നിലകൊള്ളുന്നത് അവരുടെ ഹെഡിൽ നിന്ന് വരുന്ന ആ ഒരു പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളെ തലയിലേക്ക് ഓരോന്ന് എഴുതി തരും, അത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. ഇവിടെ DYFIക്കാരൊക്കെ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരണങ്ങളായിട്ട് വന്നോ? ഇവിടെ MSFകാരനും ഈ ഒരു കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് അയാളെ കുറിച്ച് പറയുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന ആളുകൾ ചെയ്ത തെറ്റിനെ കുറിച്ചിട്ട് തെറ്റാണ് എന്നല്ല പറയുന്നത്. അയാൾ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു, അതിനാണ് SFIയുടെ ആങ്ങളമാര് തല്ലിയത് എന്നൊക്കെ ന്യായീകരണം, മുടന്തി ന്യായീകരണം. ഞാനിപ്പോഴും പറയാണ്, ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത്. അതിൻ്റെതായ നിയമ വ്യവസ്ഥിതികളൊക്കെ ഉണ്ട്. ഒരാൾ കുറ്റം ചെയ്താൽ കോടതി ശിക്ഷിക്കും. ഇനി കോടതിയിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നിന്നും, കേരളത്തിൽ നിന്നും കോളേജ് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഒരേ രീതിയിൽ ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കാത്തത്? എതിർക്കില്ല. ഇവിടെ ഒരു കൊലപാതകം നടക്കണം, അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് നിന്നിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യണം. ആരാണോ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടുള്ളത് അവരെ മുഴുവനായിട്ട് ഇല്ലാണ്ടായി ചെയ്യുക. അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്നവരാ. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ ചെയർമാൻ കസേരയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മാങ്ങാത്തുലും ചെയ്യാതെ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന പയ്യന്മാരെ അടിച്ചു ഓടിക്കുക, പോയി ക്ലാസ്സിൽ കയറടാന്ന്. ഈ ക്ലാസ്സിൽ കയറട എന്ന് പറയുന്ന ഈ തെമ്മാടി ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവില്ല ഇല്ലേ? അവരാരാ? ഞങ്ങൾ വലിയ നേതാക്കന്മാരെ, ഞങ്ങൾ കയറേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇപ്പൊ ഇന്നൊരു വാർത്തയും കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു പയ്യനെ, ഏതൊരു കോളേജിലെ ഒരു പയ്യനെ SFIക്കാർ ഇതേപോലെ തല്ലിയിട്ടുണ്ട്. ഇതിപ്പോ SFIയിലെ ഒരു വിഷയം വന്നതുകൊണ്ട് ഈ ഒരു പേര് പറയും, നാളെ KSUവിന്റെ ഒരു പേര് പറയുമ്പോൾ നാളെ KSUവിന്റെ പേര്. എന്തിനാണ് ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഈ രാഷ്ട്രീയം അങ്ങ് അവസാനിപ്പിക്കലല്ലേ? ഞാൻ പറഞ്ഞത് ഓർക്കണം നിങ്ങൾ.
നിങ്ങൾ വോട്ട് ചെയ്യാൻ പോണ സമയത്ത് ശരിക്ക് നല്ല വിലയിരുത്തിക്കൊണ്ട് വേണം വോട്ടുകൾ ചെയ്യാൻ. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം എന്താ, അവരെന്താണ് ഇത്രയും കാലം ചെയ്തത്, അത് മനസ്സിലാക്കുക. BJPക്കാരുടെ സ്വഭാവം എന്താ, അവരെന്താണ് ഇത്രയും കാലം ചെയ്തത്, അതും മനസ്സിലാക്കുക. കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ എന്താണ്, അവരെന്താണ് ചെയ്തത്, അതും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം വോട്ട് ചെയ്യാൻ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടയ്ക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ എന്തെങ്കിലും ഒന്ന് നല്ല ചെയ്ത ആരെങ്കിലും ഉണ്ടാവുമല്ലോ, തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് സിദ്ധാർത്ഥ എന്ന മനുഷ്യന് എങ്ങനെയെങ്കിലും നീതി ലഭിക്കണം. ആ നീതി ലഭിക്കുന്നതിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക.